കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു, ജ്ഞാനിതാ വന്നിടുന്നു. ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു, ജ്ഞാനിതാ വന്നിടുന്നു. പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു, ജ്ഞാനിതാ വന്നിടുന്നു. ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു, ജ്ഞാനിതാ വന്നിടുന്നു. പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക,
ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. യേശു ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരണം. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീർന്നവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ നാം ക്രിസ്തുവിന് വേണ്ടി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവരാണ് എന്ന് കാണുന്നു. നാം ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ വിവാഹം നടക്കാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും വിവാഹം നടക്കുമോ ഇല്ലയോ ഇപ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, കാരണം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വിളിക്കപ്പെട്ടവരായി നാം എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാനൊരു ചാൻസ് ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. ഇന്ന് നാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി വിളിക്കപ്പെട്ടവരാണ്. നാം ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ നാം ഗീതങ്ങൾ പാടുന്നവരാണ്. നാം അതിൻ്റെ അർത്ഥം ആശയം അറിഞ്ഞുകൊണ്ട് തന്നെ പാടുന്നവരാണ്. പക്ഷേ നാം യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദത്തിലേക്ക് വരുന്നതിന് തടസ്സമായി നമ്മിൽ എതിർ ക്രിസ്തുവിൻ്റെ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നതിന് തടസ്സമായി നമ്മിൽ എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനങ്ങൾ വല്ലതും വരുന്നുണ്ടോ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. സഭ നൂറ്റാണ്ടുകളായി പ്രാർത്ഥിക്കുന്നു. ഏതൻ തോട്ടം നട്ടവനെ നീയാണ് എൻ യുവ മണവാളൻ, നീൻ തോട്ടത്തിൽ നിന്ന് എൻ പേർക്കായി വീശിച്ചിടുക കുളിർ തെന്നൽ. നാം പാടാറുണ്ട്. ഒരു ചുത്ത് പാടി നോക്കാം. ഏതൻ തോട്ടം നട്ടോനേ നീയാണ് യുവ മണവാളൻ, നിൻ തോട്ടത്തിൽ എൻ പേർക്കായി വീശിച്ചിടുക കുളിർ തെന്നൽ. നാദാദൂരെ പോകരുതേ, ഈയുള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ച ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. സഭ പറയുകയാണ്, മണവാട്ടി പറയുകയാണ്, നീ എന്നെ വിട്ട് പോകല്ലേ, നാഥാ ദൂരെ പോകരുതേ, ഈ ഉള്ളോളെ തള്ളരുതേ, നീ എന്നെ മാനിച്ചില്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകും, ഞാൻ ചത്തുപോകും, നീ എന്നെ വിട്ട് പോകരുതേ. എൻ്റെ കാര്യമോ, ഞാൻ നാളുകൾ, മാസങ്ങൾ, ആണ്ടുകൾ പാപത്തിൻ്റെ പാഴികളിൽ പോക്കിയവളാണ്. നാളും മാസവും ആണ്ടും പാപപ്പാഴിരുളിൽ പോക്കിയവളാണ് ഞാൻ. നിൻ്റെ ആ ജീവധ്വനി കേട്ടതുകൊണ്ടാണ് എൻ്റെ കണ്ണ് തെളിഞ്ഞത്, എനിക്ക് സാക്ഷാൽ ജീവൻ ലഭിച്ചത്, സമാധാനം ലഭിച്ചത്, ആനന്ദം ലഭിച്ചത്. നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിഞ്ഞാനന്ദിച്ചേ. ഒരു വ്യക്തമായ ചിത്രമാണ് നാം അവിടെ കാണുന്നത്. നാളുകൾ ഞാൻ പാവപ്പാഴികളിൽ പോക്കിയവളാണ്. എൻ്റെ കർത്താവേ, മാസങ്ങളും ആണ്ടുകളും ഞാൻ പാവത്തിൽ വീണുപോയവനാണ്. നന്മയുടെ കണികയില്ലാതെ ദുഷ്ടമനുഷ്യനായി ഞാൻ ജീവിച്ചവനാണ്. സ്നേഹം എന്തെന്നറിയാതെ, സ്നേഹത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഞാൻ ജീവിച്ചവനാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ദ്വേഷിച്ച് ജീവിച്ചവനാണ്. എന്നെ സ്നേഹിച്ചവനെ ഞാൻ സ്നേഹിച്ച് ജീവിച്ചവനാണ്. എന്നാൽ എന്നെ ദ്വേഷിച്ചവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ചിലപ്പോൾ എന്നെ സ്നേഹിച്ചവരെ സ്നേഹിച്ചിട്ടുണ്ടാകും, പക്ഷേ എന്നെ ദ്വേഷിച്ചവരെ ഞാൻ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നും കർത്താവെ കേവലം മാനുഷികമായ ചിന്താഗതിയിൽ നിൽക്കുന്നു. മൃഗീയമായ വാസനയോടുകൂടി ഞാൻ നിൽക്കുന്നു. പാപത്തിൻ്റെ പാഴ് ഇരുളിൽ പോക്കിയ കാലങ്ങളാണ് എനിക്ക് ഓർക്കാനുള്ളത്. നാളുകളും മാസങ്ങളും ആണ്ടുകളും പാപത്തിൻ്റെ പാഴികളിൽ ഞാൻ പോക്കിയവളാണ്. പക്ഷെ ഒരു ദിവസം കേട്ടു ഞാൻ ജീവധ്വനി. ഹല്ലേലൂയ.
ഒരു ദിവസം കേട്ടു ഞാൻ ജീവൻ്റെ ശബ്ദം, കേട്ടു ഞാൻ ജീവധ്വനി. നിൻ്റെ ജീവധ്വനി കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞു. പെട്ടെന്നാണ്. ഞാൻ മയങ്ങി കിടക്കുകയായിരുന്നു, ഞാൻ ബോധമറ്റ് കിടക്കുകയായിരുന്നു, പാവത്തിന് അടിമയായി കിടക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കേട്ടു ഒരു ജീവസ്വരം, എന്നെ വിളിക്കുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന എൻ്റെ നാഥൻ്റെ സ്വരം, എന്നെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കുന്ന എൻ്റെ കർത്താവായ യേശുവിൻ്റെ സ്വരം ഞാൻ കേട്ടു. അന്ന് എൻ്റെ കണ്ണ് തെളിഞ്ഞു, എനിക്ക് ആനന്ദം തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാഴിരുളിൽ പോക്കി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിഞ്ഞാനന്ദിച്ചേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായ സൗന്ദര്യമല്ല ഒരു വിശ്വാസിയുടെ സൗന്ദര്യം. ഭൗതികമായ മേന്മകളല്ല വിശ്വാസിയുടെ മേന്മ. ഒരു വിശ്വാസിയുടെ മേന്മ അത് ആന്തരികമായ സൗന്ദര്യമാണ്. ആന്തരികമായ ഒരു സൗന്ദര്യമുണ്ട്, അകത്തൊരു സൗന്ദര്യമുണ്ട്. അത് ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ്. ഹൃദയത്തിൻ്റെ സൗന്ദര്യം സ്നേഹമാണ്. ഹൃദയത്തിൻ്റെ സൗന്ദര്യം വിശുദ്ധിയാണ്. അതായിരിക്കട്ടെ നമ്മുടെ കൈവശമുള്ളത്. അത് മണവാട്ടി അണിയുന്നതായ ആ വിശുദ്ധിയുടെ തേജസ്സാണ് അവളെ സുന്ദരി എന്ന് വിളിക്കാൻ കാരണം. അതുകൊണ്ടാണ് വിവാഹോദാശയിൽ പിതാക്കന്മാർ പാടുമ്പോൾ പാടും, സുന്ദരികളിൽ സുന്ദരി നീ, ജാതികളിൽ സുഖനു. പാടിക്കേ. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സൂനു. നൃപതി ശലോമോ വിമല സഭേ, നിന്നേലാളിപ്പൂ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം. നീസാൻ കുസുമസമം സഭയെ സകലവിധം സുമുഖി. നീ കരതീണ്ടാത്തോൾ ശ്ലീബായെ വന്നിപ്പതിനാൽ രാജാവ മശിഹ. ഹാലേലൂയ. കാക്കുന്നു നിന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കറ തീണ്ടാത്തവളാണ് ഈ കന്യക. ഈ മണവാട്ടി കറ തീണ്ടാത്തവളാണ്, കറ തീണ്ടാത്തവളാണ്. നിൻ്റെ അധരം മധു വർഷിക്കുന്നു, നിൻ്റെ ചുണ്ടുകളിൽ നിന്ന് തേനൂലുന്നു, തേൻ കിനിഞ്ഞൊഴുകുന്നു. ഏതാണ് ഈ തേൻ? തേനിലും തേൻകട്ടയിലും മധുരമായ തിരുവചനം. നിൻ്റെ ചുണ്ടുകളിൽ നിന്ന് വചനം ഒഴുകുകയാണ്. സുന്ദരിയായ സഭയുടെ ചുണ്ടുകളിൽ നിന്ന് തിരുവചനം ഒഴുകുകയാണ്. ദൈവത്തിന് സ്തോത്രം. മധു വർഷിക്കുന്നു, മധു പെയ്തുകൊണ്ടിരിക്കുകയാണ്, തേൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മധു വചനം, ഈ തേൻ വചനം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിൻ്റെ വസനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സുഗന്ധം, വസ്ത്രത്തിൻ്റെ സുഗന്ധം നീസാൻ കുസുമസമമാണ്. ശാരോനിലെ പനിനീർ പുഷ്പത്തിന് തുല്യമായ വിശുദ്ധ സുഗന്ധമാണ് നിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ഈ വിശുദ്ധ സുഗന്ധം? അത് വിശുദ്ധിയുടെ സുഗന്ധമാണ്, വിശുദ്ധിയുടെ പരിമളമാണ്, വിശുദ്ധിയുടെ സുരഭില സുഗന്ധം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറയുന്നത്? പിതാക്കന്മാർ ഇതെല്ലാം അറിഞ്ഞിരുന്നു, അനുഭവിച്ചിരുന്നു. പൂർവ്വപിതാക്കന്മാർ, ഭക്തന്മാരായ പിതാക്കന്മാർ ഇതിൽ അനുഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പാടാൻ കഴിഞ്ഞത്. സാഹിത്യപരമായി പറഞ്ഞാൽ മികച്ച കവിതയാണിതെല്ലാം, മികവാർന്ന കവിത. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ആത്മീയ മൂല്യങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും മികവാർന്ന ആത്മീയ മൂല്യങ്ങളുള്ള കാവ്യഭാഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ സഭ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നിൽക്കുന്നു, കറ തീണ്ടാത്തളായി നിൽക്കുന്നു. എന്നാൽ അതേസമയം അനേകരെ പിശാച് വഞ്ചിച്ച് അവൻ്റെ വചനം കൊടുത്ത്, അവൻ്റെ വാക്ക് കൊടുത്ത് അനേകരെ വഞ്ചിച്ച് അവൻ്റെ കൈക്കലാക്കി അനേകരെ അന്ത്യക്രിസ്തുവിൻ്റെ മണവാട്ടിയാക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ, ഞാൻ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ? ചിന്തിക്കാൻ പ്രയാസമുണ്ട്. ഞാൻ അങ്ങനെ മനസ്സറിഞ്ഞ് പാപത്തിനൊന്നും പോകുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നത് തോന്നിപ്പോകും.
ഞാൻ നമസ്കാരമുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയുണ്ട്, ഞാൻ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്. എനിക്കെന്താ കുഴപ്പം? 2 നേരം വീട്ടിൽ നമസ്കാരമുണ്ട്, ഞാൻ കഴിവുള്ള ഉപകാരമൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എവിടെയാണ് കുഴപ്പം? നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ദയവായി ക്ഷമിക്കണം എന്നോട്. അനേകർക്ക് മനസ്സിലാകുന്നില്ല. സത്യം നിങ്ങൾ കേൾക്കൂ. അനേകരും സത്യം അറിയാതെ നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സാക്ഷാൽ ക്രിസ്തുവിന് ഉണവാട്ടിയായി കഴിയേണ്ടവൾ ഇന്ന് എതിർ ക്രിസ്തുവിന് ഉണവാട്ടിയായി കഴിയുന്നു. എന്നാൽ ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിന് ഉണവാട്ടിയാകാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കണം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ ഈ 13-ാം വാക്യം വരുന്നതിന് മുൻപ് നാം കാണുന്നത്, 13-ാം അധ്യായം മുതലേ കാണുന്നത് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയെക്കുറിച്ചാണ്, അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ചയെക്കുറിച്ചാണ്. ആ അന്ത്യക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ അവൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ സഭ, അവർ ചുരുക്കം പേരേ ഉള്ളൂ. ആ സാക്ഷാൽ മണവാട്ടി സഭ, അവർ മാത്രം രക്ഷിക്കപ്പെടും. അവർ മാത്രം. ഒരു ദിവസം മരിക്കുമ്പോൾ നിത്യജീവൻ്റെ സ്വർഗീയ കവാടത്തിലേക്ക് അവർ ചെല്ലണമെങ്കിൽ ഇവിടെ വെച്ച് ക്രിസ്തുവിലായിരിക്കണം. ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിരിക്കണം. ഇവിടെ വെച്ച് ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് മാത്രമേ അന്ന് നിത്യകൂടാരത്തിലേക്ക് പ്രവേശനമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരു സത്യം നിങ്ങൾ ദയവായി ഓർക്കണമേ. ഇവിടെ നമുക്ക് മരണമുണ്ട്. ഒരു ദിവസം നാം എല്ലാം കടന്നു പോകും. എപ്പോഴോ ഒരു ദിവസം, എന്നോ ഒരു ദിവസം. അക്കാര്യം ഉറപ്പാണ്, സംശയമില്ലല്ലോ. ഇന്നിവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്നവർ, നിൽക്കുന്നവർ, ഓരോരുത്തരും ഒരു ദിവസം വീഴും, കിടക്കും, നിശ്ചലമായി കിടക്കും. അക്കാര്യം ഉറപ്പാണ്. ഒരു ദിവസം ഈ ശരീരത്തിലെ ഹൃദയം സ്പന്ദിക്കാതാകും, ഈ ശരീരം നിർജ്ജീവമാകും, ഈ നാവ് നിശബ്ദമാകും, ഈ കൈകൾ ചലനരഹിതമാകും. ദൈവത്തിന് സ്തോത്രം. ഈ കണ്ണ് അന്ധമാകും, കണ്ണടയും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിവരിക്കേണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഒരു ദിവസം നാം കടന്നു പോകും. എന്നാണെന്നേ അറിയാൻ വയ്യാതുള്ളൂ. ഒരു ദിവസം കടന്നു പോകും. കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിൽ കടന്നു പോകുമോ? മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുമോ? എങ്കിൽ നാം ഭാഗ്യശാലികളായിരിക്കും. ഒരു ദിവസം നാം കടന്നു പോകും, സംശയമില്ല. ഈയിടെ ഞാൻ ചിന്തിച്ചു. വളരെ ലളിതമായൊരു ചിന്തയാണ്, വളരെ നിസ്സാരമായൊരു ചിന്ത. എപ്പോഴും എനിക്ക് മരണമുണ്ട് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പാവം വരികയില്ല. അതൊരു ചെറിയൊരു ടെസ്റ്റാണ്. എനിക്ക് മരണമുണ്ട്, ഒരുപക്ഷെ ഇന്ന് എൻ്റെ അവസാന ദിവസമായിരിക്കും എന്ന് ചിന്തയുണ്ടെങ്കിൽ പിന്നെ പാവം വരികയില്ല. ഇന്ന് ഒരുപക്ഷെ എൻ്റെ അവസാന ദിവസമാണോ? ആർക്കറിയാം? ഇനി ഞാൻ ഈ പ്രസംഗിക്കുന്ന അവസാനത്തെ പ്രസംഗമാണോ? ആർക്കറിയാം? മനുഷ്യനല്ലേ, എപ്പോഴെങ്കിലും മരിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും മരിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് ഒരുങ്ങണ്ടേ? നമുക്ക് ക്രിസ്തുവിലാകണ്ടേ? എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതാണ് ഭാഗ്യം. യേശു ക്രിസ്തുവിൽ മരിക്കേണ്ടയാകുന്നതാണ് ഭാഗ്യം. മരിക്കുമ്പോൾ യേശു ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഭാഗ്യം. യേശു ക്രിസ്തുവിലായിരിക്കുന്നതാണ് ഭാഗ്യം. നമ്മുടെ ആളത്വം മുഴുവനും ക്രിസ്തുവിൽ ലയിച്ച് നിൽക്കുന്നതാണ് ഭാഗ്യം. നമ്മുടെ ഈ ആളത്വം മുഴുവനും ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നതാണ് ഭാഗ്യം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭാഗ്യം. നിങ്ങളും ചിന്തിക്കൂ, യേശു ക്രിസ്തു ഇപ്പോൾ ഹൃദയത്തിലുണ്ടോ? ക്രിസ്തു ഹൃദയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അശുദ്ധ ചിന്തകൾക്കവിടെ സ്ഥാനമില്ല. ഉണ്ടെങ്കിൽ വൈരാഗ്യത്തിനവിടെ സ്ഥാനമില്ല. യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ ദുർമോഹങ്ങൾക്ക് സ്ഥാനമില്ല. യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ പിണക്കത്തിനോ അസൂയയ്ക്കോ കലഹത്തിനോ യാതൊരു സ്ഥാനവുമില്ല. യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും സ്ഥാനമില്ല. യേശു ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ വിശുദ്ധ ചിന്തകൾ മാത്രം, അവിടെ സ്നേഹചിന്തകൾ മാത്രം, അവിടെ വിശ്വാസ ചിന്തകൾ മാത്രം. നിങ്ങൾ ചിന്തിക്കൂ, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുണ്ടോ? ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? യേശുവിന് പ്രസാദകരമായ ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റത് മുതൽ ഇന്ന് ഈ സമയം വരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചാണോ ഞാൻ ജീവിച്ചത്? യേശുക്രിസ്തു പ്രസാദിക്കുന്നുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയോ? എൻ്റെ ഈ പെരുമാറ്റത്തിൽ യേശുക്രിസ്തു പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ഈ സംസാരത്തിൽ യേശുക്രിസ്തു പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ യേശുക്രിസ്തു സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയോടുള്ളതായ എൻ്റെ ഇടപാടുകളിൽ യേശുക്രിസ്തു സന്തോഷിക്കുന്നുണ്ടോ? അവളെ ഞാൻ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ?
അവളെ വാസ്തവമായും അവളുടെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും ഉണ്ട്, നന്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹിത, എങ്കിൽ ദയവായി ക്ഷമിക്കണം, നീ പിന്നെ ഇങ്ങനെ ഭാര്യയെ തരം താഴ്ത്തും, ഭാര്യയെ ബഹുമാനിക്കാതിരിക്കും. നിൻ്റെ ഭാര്യയെ നീ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നില്ല. ഭാര്യയെ ബഹുമാനിക്കണം, നിന്നേക്കാൾ ഉപരിയായി നീ ബഹുമാനിക്കണം. ഭാര്യയെ ഉന്നത സ്ഥാനത്ത് നീ കാണണം. ഭാര്യ ഒരു നികൃഷ്ട ജീവിയല്ല. ഭാര്യ നിന്നേക്കാൾ തരം താണ വ്യക്തിയല്ല. സ്നേഹിത, നീ വിശ്വസിക്കൂ, നിൻ്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, അവളെ ആദരിക്കണം. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ? മറ്റുള്ള മുമ്പിൽ അതോ തരം താഴ്ത്തി കാണിക്കുന്നുണ്ടോ? മറ്റുള്ള മുമ്പിൽ ഭർത്താവിനെക്കുറിച്ച് ഇടിച്ച് സംസാരിക്കുന്നുണ്ടോ? ഭർത്താവിൻ്റെ ആളുകളെ നീ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ? ചിന്തിക്കൂ. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ ഭാര്യയുടെ ആളുകളെ സ്നേഹിക്കും, ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഭർത്താവിൻ്റെ ആളുകളെ സ്നേഹിക്കും. ചിന്തിച്ച് നോക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഇന്ന് രാവിലെ മുതൽ, ഞാൻ എഴുന്നേറ്റത് മുതൽ ഇപ്പോൾ ഈ സമയം വരെയും എൻ്റെ ഇന്നത്തെ ജീവിതം, ചുരുങ്ങിയ സമയങ്ങളിലേ ഉള്ളൂ, ഇന്നത്തെ ജീവിതം ഞാൻ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുവോ? എൻ്റെ സംസാരം യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതായിരുന്നുവോ? ഞാൻ ആരോടെല്ലാം ഇടപെട്ടു, ആരോടെല്ലാം സംസാരിച്ചു? അപ്പോഴെല്ലാം യേശു കാണുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചുവോ? യേശു അറിയുന്നുണ്ടെന്ന് ഞാൻ ചിന്തിച്ചുവോ? യേശുവിൻ്റെ അതേ മനോഭാവത്തോടെയാണോ ഞാൻ സംസാരിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ലളിതമായിട്ടല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത്. അയ്യോ അല്ലല്ലോ കർത്താവേ, ക്ഷമിക്കണേ. അയ്യോ അല്ലല്ലോ, ഞാൻ മറന്നുപോയല്ലോ. യേശുവേ, ഞാൻ മറന്നുപോയല്ലോ. എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മറന്നുപോയല്ലോ. നിന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ മറന്നുപോയല്ലോ. നിൻ്റെ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടികൾ മറന്നുപോയല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ കോപിച്ചു പോയല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ അമർഷത്തോടെ സംസാരിച്ചു പോയല്ലോ. എൻ്റെ കരുണയുള്ള കർത്താവേ, ഞാൻ വൈരാഗ്യത്തോടെ ഇടപെട്ടു പോയല്ലോ. എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത, പൈശൂന്യം വെച്ചുകൊണ്ട് ഞാൻ ഇടപെട്ടു പോയല്ലോ, സംസാരിച്ചു പോയല്ലോ, പെരുമാറിപ്പോയല്ലോ. പുറമേ നല്ല ഭംഗിയും സ്നേഹവും ഭാവിച്ചുകൊണ്ട്, പക്ഷേ അകത്ത് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ വൈരാഗ്യം വെച്ചുകൊണ്ട് ഞാൻ പെരുമാറിപ്പോയല്ലോ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നില്ല, എനിക്കിപ്പോൾ മനസ്സിലായി. ഇങ്ങനെ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്തു സദൃശനായിട്ടില്ല എന്ന് മനസ്സിലാകും. ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നാം മനംതിരിയുന്നത്. എൻ്റെ കർത്താവേ, നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാഴികളിൽ പോക്കി. പാപത്തിൻ്റെ പാഴികളിൽ നാളുകളും മാസങ്ങളും ആണ്ടുകളും ഞാൻ പോക്കിപ്പോയി. എൻ്റെ കർത്താവേ, നിൻ്റെ ജീവിതത്തിന് ഞാനിപ്പോൾ കേൾക്കുന്നു, ഞാനിപ്പോൾ തീരുമാനിക്കുന്നു. കർത്താവേ, ഞാനിപ്പോൾ തീരുമാനിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ, കർത്താവേ, ഇനിയുള്ള നിമിഷങ്ങൾ യേശുവിന് വേണ്ടി മാത്രമായി ഞാൻ മാറ്റിവെക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു പ്രസാദിക്കുന്നതല്ലാതെ വേറൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കുകയില്ല, ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു അമിതമായ ആവേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ആരെയും കൊണ്ട് സാധിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, സാധിക്കണം കേട്ടോ, സാധിക്കണം. ഇല്ലെങ്കിൽ നാം പുറത്തായി പോകും, ഇല്ലെങ്കിൽ നാം പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓർക്കും, നിങ്ങൾ പുറത്തു നിന്ന് വിതുമ്പുമ്പോൾ ഓർക്കും, കഷ്ടം അന്ന് കേട്ടതായിരുന്നല്ലോ, തിരിഞ്ഞുകൊള്ളമായിരുന്നല്ലോ. സ്നേഹിത, നീ മദ്യത്തിന് അടിമയായി ജീവിക്കുന്നുണ്ടോ? മദ്യപാനത്തിൽ നീ കീഴ്പ്പെട്ട് ജീവിക്കുകയാണോ? മദ്യവും മയക്കുമരുന്നിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? കഞ്ചാവോ അതുപോലുള്ളതായ മയക്കുവിദ്യകളോ നിൻ്റെ ജീവിതത്തിൽ ഒന്ന് കൂടുന്നുണ്ടോ? ചിന്തിക്കൂ. നിൻ്റെ ജീവിതത്തിൽ ദുശ്ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നീ വൃത്തികെട്ട രംഗങ്ങളിൽ പോയി നിൽക്കാറുണ്ടോ, കാണാറുണ്ടോ, കേൾക്കാറുണ്ടോ, സംവദിക്കാറുണ്ടോ? ചിന്തിക്കൂ. നിൻ്റെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് നീ പരിശോധിക്കൂ. നിൻ്റെ ഹൃദയത്തിൽ അശുദ്ധമായ ആഗ്രഹങ്ങൾ മുട്ടിട്ട് വരാറുണ്ടോ? മ്ലേച്ഛമായ മോഹങ്ങൾക്ക് നീ ഇടം കൊടുക്കാറുണ്ടോ? ചിന്തിക്കൂ. അപ്പോൾ കാണാം, എൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിൽ ജീവിക്കും. യേശുവിൽ ജീവിക്കുന്നുവെങ്കിൽ യേശുവിൽ മരിക്കാം. യേശുവിൽ ജീവിക്കുന്നുണ്ടോ എന്നെങ്ങനെ അറിയാം? ഞാൻ ക്രിസ്തുവിലാണോ എന്നെങ്ങനെ അറിയാം? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ക്രിസ്തുവിലാണോ എന്ന് ഉള്ള ഒരു ടെസ്റ്റ് അവിടെ കാണാം. ഞാൻ ക്രിസ്തുവിലാണോ അല്ലയോ എങ്ങനെ അറിയാം? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമാണ് കാരണക്കാരൻ. ദൈവത്തിന് എന്നോട് കരുണ തോന്നി. എത്രയോ സൃഷ്ടികളുണ്ട് ഈ ഭൂമിയിൽ. ഈ പ്രപഞ്ചത്തിൽ നിന്നെല്ലാം സൃഷ്ടികളുണ്ട്.
ഈ നിസ്സാരനായ എന്നെ കർത്താവ് കണ്ടല്ലോ, എന്നെ കർത്താവ് സ്നേഹിച്ചല്ലോ, എനിക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തിയല്ലോ, എനിക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ പിടഞ്ഞല്ലോ. എൻ്റെ കർത്താവേ, എന്നെ നീ വ്യക്തിപരമായി അറിഞ്ഞ്, വ്യക്തിപരമായി സ്നേഹിച്ച്, എന്നെ രക്ഷിക്കാൻ വ്യക്തിപരമായി നീ ആഗ്രഹിച്ച്, കർത്താവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, ഇന്ന് നിങ്ങൾക്ക് പുതിയ സൃഷ്ടിയാകാം. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി, വേറൊന്നും വേണ്ട. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ മുദ്രയിടണമേ. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ അണിയിക്കണമേ. യേശുവിൻ്റെ തിരുരക്തം എനിക്കിപ്പോൾ മുദ്രയെ അണിയിച്ച് തരണമേ. എൻ്റെ കർത്താവേ, യേശുവിൻ്റെ തിരുരക്തം എൻ്റെ പാവങ്ങൾ കഴുകി തരണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പാപമുള്ള ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകി കിട്ടുമ്പോഴാണ് വാസ്തവത്തിൽ നാം പുതിയ സൃഷ്ടിയായിത്തീരുന്നത്. പഴയത് കഴിഞ്ഞുപോയി എന്നാണ് കർത്താവ് പറയുന്നത്. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. പുതിയ സൃഷ്ടിയായി തീർന്നു. സ്നേഹിതരെ, ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് ഇനി വൈകാൻ കാലമില്ല, എനിക്ക് വൈകാൻ നേരമില്ല, വൈകാൻ എനിക്ക് സാധ്യതയില്ല. കർത്താവേ, ഇപ്പോൾ ഞാനിതാ തിരുമുൻപാകെ വന്ന് ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. ദൈവത്തിന് സ്തോത്രം. ഈ നിമിഷം മുതൽ യേശുവേ, ഞാനൊരു പുതിയ സൃഷ്ടി. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു എങ്കിൽ ഞാൻ മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കാൻ എനിക്ക് സാധിക്കും. ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു, മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരുന്നയാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ആ ഒരു അടിമയെപ്പോലെ ജീവിച്ച മനുഷ്യൻ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസനായി മാറുന്നു, ദാസിയായി മാറുന്നു. എന്തൊരത്ഭുതം! അശുദ്ധൻ വിശുദ്ധനായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ദ്രവ്യാഗ്രഹി ദൈവസ്നേഹിയായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വാർത്ഥതൽപരനായ മനുഷ്യൻ ദൈവത്തിൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നതിനായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ നടക്കുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പച്ചവെള്ളം വീഞ്ഞായതുപോലെ മനുഷ്യജീവിതം മാറുന്നു. മനുഷ്യജീവിതം ലഹരിയുള്ളതായി തീരുന്നു. മനുഷ്യജീവിതം നുരയും പതയും ഉള്ളതായി തീരുന്നു. മനുഷ്യജീവിതം ലഹരിപ്പിക്കുന്നതായി തീരുന്നു. മനുഷ്യജീവിതം മദ്യപിക്കുന്നതായി തീരുന്നു. മനുഷ്യജീവിതം കുതിക്കുന്നതായി തീരുന്നു. മനുഷ്യജീവിതം ആഹ്ലാദത്തോടെ ആരവാരത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതായി തീരുന്നു. എങ്ങനെ സാധിക്കും? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് കർത്താണ്ട് പറയണം, കർത്താവേ, ഇപ്പോൾ നിൻ്റെ തൃക്കരം എൻ്റെ നേരെ നീട്ടണമേ. എനിക്ക് വേണ്ടി കുരിശിൽ ആണിയടിച്ച് തകർക്കപ്പെട്ട കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ കരം ഇപ്പോൾ തലമേലൊന്ന് വെക്കണമേ. യേശുവേ, എൻ്റെ ജീവിതത്തിലെ പാപങ്ങളൊന്നും ഓർക്കല്ലേ. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളും എൻ്റെ ജീവിതത്തിലെ തിന്മകളും എൻ്റെ മേൽ കണക്കിടല്ലേ. ഇപ്പോൾ കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരൻ്റെ മേൽ വെച്ച് എന്നെ കഴുകി ഒടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രവേശിക്കണമേ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുവീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ, ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുവീൻ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുവീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവകൃപകൾക്കായി സ്തോത്രം, തിരുവചനത്തിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തിരുരക്തത്താൽ മുദ്രയണിയിച്ച് എഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.